ചെറിയ ചിലവിൽ വലിയ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ പോകുന്ന സമയത്ത് ഒരാൾ മോഡലായത് എന്തെന്നല്ലേ ഫുള്ള് ലിഫ്റ്റിക്ക് ഇട്ടേച്ചിക്ക് നോക്കുന്നേരം പല്ലുമ്മൽ ഇട്ടേച്ചിക്ക്. ഞാൻ ചോദിച്ചു വെളുത്ത പല്ല ഇങ്ങനെ ചോന്ന പല്ലേന്ന്. ആ ലിഫ്റ്റിക്ക് ലേശം കൂടിപ്പോയി എന്ന്. അങ്ങനെ സ്വന്തം അമ്മയുടെ ടവൽ എടുക്കാൻ ചെയ്തിട്ട് ലിഫ്റ്റിക്ക് തുടക്കാൻ ചെയ്തിട്ട് എന്നോട് വെച്ച് കഴിഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ലോക ചിരിയൊക്കെ കിട്ടും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലിഫ്റ്റിക്ക് എല്ലാവരും ചുണ്ടുമ്മലിടുന്നതാണ്. ഇത് പല്ലുമ്മലടക്കം ഇട്ടിട്ട് ചിരിച്ച് ഇതാ നമ്മളെ അമ്മയുണ്ട് കേട്ടോ കൂടെ. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് ഈ ഒരു കാഴ്ച കാണുന്നത്. ഇവിടെ എത്തിയിട്ട് ഞങ്ങൾ നോക്കുന്ന സമയത്ത് എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല. ഇതെന്താ സംഭവം ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ. അങ്ങനെ ഇമവത് ഗോപാലസ്വാമീൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മളൊരു ബസ് പോകാനുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഏകദേശം 4 കിലോമീറ്റർ പോകണം. അങ്ങനെ ഞങ്ങൾ പോകുന്ന സമയത്ത് ടിക്കറ്റിന് വേണ്ടിയിട്ട് കാത്തു കേട്ടോ. ഇവർ വടകരയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഞങ്ങളെല്ലാവരും എന്താക്കി ബസ്സിലേക്ക് കയറാനുള്ള പരിപാടി ഇങ്ങ് തുടങ്ങി. ബസ് കയറിയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ മക്കളെ ഒരു രക്ഷയില്ല. 4 കിലോമീറ്റർ പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും മനോഹരമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വ്യൂ കാണാൻ പറ്റുന്നത്. അങ്ങനെയെല്ലാം കൂടി ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ വയനാട്ടിൽ ഇതേമാതിരിയൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോൾ വയനാടിനെ കാട്ടി സൂപ്പർ സ്ഥലം എന്നൊക്കെ ഞങ്ങളിങ്ങനെ പറയുകയൊക്കെ ചെയ്ത് കേട്ടോ. ചെരുപ്പ് ഇവിടെ കഴിച്ചൊക്കെ വെച്ചിട്ട് ഞങ്ങൾ എന്താക്കാണ് നേരെ ഇമവത് ഗോപാലസ്വാമിയുടെ അടുത്തേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന സമയത്ത് എന്നോട് അനു പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചന്ദ്രൻ നിൽക്കുന്ന ദിക്കിലുണ്ടല്ലോ അത് ഇവിടുന്ന് ഷൂട്ട് ചെയ്ത്. ഞാൻ പറഞ്ഞു സത്യമായിട്ടും. അങ്ങനെ ഞാനതെടുത്ത് അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് സെയിം ആട്ടോ ഇവിടെ നിന്നാണ് ഈ ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞ്. അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ അവളോട് വെറുതെ ചോദിച്ചത് ഇതെത്ര പടി ഉണ്ടാവുന്നു. ഓൾ അന്നേരം തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ 150 പടിയൊക്കെ ഉണ്ടാവുന്നു. ഞാൻ അതിൽ കൂടുതൽ ഉണ്ടാവില്ലേന്ന്. അപ്പം ഞങ്ങൾ എണ്ണേനൊന്നും നിന്നില്ല. ഞങ്ങൾ നേരെ എന്താക്കാണ് ഉള്ളിലേക്ക് കയറി കേട്ടോ. ഇവിടെ വന്ന് നോക്കുന്നേരം അധികം ഞങ്ങൾക്ക് മലയാളികളെ കാണാൻ പറ്റി. അത്രയും ആൾക്കാർ പുറത്തുനിന്നൊക്കെ ഫോട്ടോസും കാര്യങ്ങളും എടുക്കുന്നുണ്ട്. ആവശ്യമുള്ള ആൾക്കാർക്ക് മാത്രം ഉള്ളിലേക്ക് കയറിയാൽ മതി എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്താക്കി ഒരു വീഡിയോ എടുത്ത് വീഡിയോ ഇഷ്ടമാക്കി നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് മറക്കരുത് കേട്ടോ. അങ്ങനെ ഒരു രക്ഷയില്ല മക്കളെ. നല്ല അടിപൊളി ക്ലൈമറ്റാണ്, അടിപൊളി തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നോക്കുന്ന സമയത്തുണ്ട് ഇവിടെ ഇങ്ങനെ മൃഗങ്ങളൊക്കെ ഇങ്ങോട്ട് വരുന്നതിന് ഭയങ്കരമായിട്ട് മറച്ചൊക്കെ വെച്ചേക്ക്. ഇതൊക്കെ ഷോക്ക് ഉണ്ടാവും കേട്ടോ. രാവിലെ വില ഓഫാക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്ക് മനസ്സിലാക്കില്ല. ഇതറിയുന്ന ആൾക്കാർ ഒന്ന് കമൻറ്റ് അടിച്ചേക്കുക. പിന്നെ ഫോട്ടോസ് എടുക്കുന്ന സമയത്ത് ഒരാളെ തൊപ്പി ഇവിടെ നിന്ന് പറന്നുപോയി. ആ ശ്രീനിവാസന് കളിക്കുന്ന കളിയാട്ടോ കളിക്കുന്നത്. അങ്ങനെ തന്നെയുണ്ടായിരുന്നു ഫോട്ടോ എടുക്കുന്നത്. അമ്മ റോജ എന്ന് പറയുന്ന നമ്മളെ ചേച്ചി. അപ്പോൾ ആ ചേച്ചി ഉണ്ടെന്നാക്കുന്നത് അങ്ങോട്ടേക്ക് പോകുന്നു. ഒരാൾ ക്ലിയർ ഇല്ലാത്ത ഫോട്ടോ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. ചേച്ചിയാ അവിടെ നിന്നോ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആരുണ്ട് ധന്യുണ്ട് ഒരു ക്ലിയറും ഇല്ലാത്ത 3G ഫോൺ കൊടുത്തിട്ടുണ്ട് ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്നു കേട്ടോ. ഞാൻ അന്നേരം പറഞ്ഞിട്ട് എന്നാൽ പിന്നെ അങ്ങോട്ട് പോയിട്ട് ഒന്ന് സൂം ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ സൂം ചെയ്തെടുത്ത ഒരു അടിപൊളി കാഴ്ച കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ് ഈ ഒരു ഭാഗം. അങ്ങനെയെല്ലാം കൂടി നമ്മളെന്താക്കാണ് നേരെ ഇവിടുന്ന് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബസ്സൊക്കെ വരുന്ന കറക്റ്റായിട്ട് കട. ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഞാൻ ഇതുവരെ ചെറിയ ചിലവിൽ പോയിക്കില്ല. ഏകദേശം രാവിലെ 7 മണിക്ക് പോയിട്ട് ഞങ്ങൾ ഏകദേശം 10:30 ആകുമ്പോഴത്തേക്ക് ഞാൻ വീട്ടിലെത്തിക്കും. അതായത് വീട്ടിൽ 10:30 ആകുമ്പോഴത്തേക്ക് എത്തിക്ക് ചെറിയ ചിലവിൽ മാത്രം പോകാൻ പറ്റിയ ഒരു കിടില സ്പോട്ടാണ്. അതും കർണാടകയിൽ ഗുണ്ടൽപേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലത്താട്ടോ ഈ ഒരു ഭാഗമുള്ളത്. അങ്ങനെ ഫുഡ് കാര്യം പറയൊന്നും വേണ്ടല്ലോ. ഓള് ഭയങ്കര വീഡിയോ എടുക്കുന്ന നമുക്കൊരു ചാനലൊക്കെ ഉണ്ട് വടകരക്കാരി എന്ന് പറയുന്ന പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞോളൂ. അങ്ങനെയെല്ലാം കൂടി നമ്മൾ അന്ന് ഫുഡൊക്കെ കിട്ടിയതിന് ശേഷം ഭയങ്കര സന്തോഷത്തോടെ നക്കി തിന്നാ നക്കിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നക്കി ഞങ്ങളെല്ലാവരും കഴിഞ്ഞ്. അങ്ങനെ എന്നോട് പറഞ്ഞു വെച്ചിട്ടുണ്ട് കിടിലം ഫുഡ് എന്ന്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇതാക്കണം. പൊന്നുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി ഇവിടുത്തെ ഫുഡാണെന്ന് പൊന്നു പ്രത്യേകം പറഞ്ഞു കേട്ടോ. ഇനിയും പൊന്നു ഇവിടെ വരുമെന്ന് നടക്കും. അപ്പോൾ ഞാൻ വെച്ചാൽ എന്താ പരിപാടി അന്നേരം പറഞ്ഞു എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട ഫുഡ് അതെനിക്ക് ഉണ്ടാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയെല്ലാം കൂടി ഞങ്ങൾ എന്താക്കാണ് ഇവിടുന്ന് പോവുകയാണ്. ഇവിടെ വന്നു കഴിഞ്ഞുള്ള കാഴ്ചകളാണിത്. അങ്ങനെ പോകുന്ന സമയത്ത് ഞങ്ങൾ എന്താക്കി നമ്മളെ സൂര്യകാന്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഇറങ്ങി. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും വെറുതെ നമ്മളെ കേറ്റിങ് വിടുന്നു. ഒരിക്കലും ഇല്ല കേട്ടോ. 20 ഉറുപ്പ്യൻ്റെ ഒരു ചാർജ് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഫോട്ടോസും കാര്യങ്ങളും എടുക്കാൻ. പിന്നെ പൊന്നു ഇവിടെ കയറിയതിന് ശേഷം ഫുൾ ഫോൺ തന്നെയാണ്. ഒന്ന് ഫോൺ ചെയ്ത് മടുത്തിക്കില്ല. അവിടെ ഫോൺ ചെയ്ത് മറ്റേ സൂര്യകാന്തിയൊക്കെ പിടിച്ച് വലിച്ചിട്ട് അങ്ങോട്ടൊക്കെ കിടുന്നുണ്ട്. എനിക്ക് തോന്നുന്നു എൻ്റെ ലവർ നെറ്റാണെന്നോ വിളിച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ ഫോൺ എന്നോട് പറഞ്ഞു വെച്ചുകൊണ്ട് കല്യാണമൊക്കെ ഉറപ്പിച്ചാണ് 11 വർഷമാണ് പ്രണയം എന്നൊക്കെ പറഞ്ഞു. അടിപൊളി ചങ്ങായിട്ടോ ഒരു രക്ഷയില്ല. നല്ല ഹ്യൂമറൊക്കെ സംസാരിക്കുന്നത്. ഞാനും അവനൊരു പേരിട്ടീനും നമ്മളെ ഒരു സിനിമാ നടൻ്റെ പേരെന്നോട് മറന്നു. ഞാനിട്ട പേര് എൻ്റെ അടുത്ത് തന്നെ മറന്നു കേട്ടോ. ഷർഫുദ്ദീൻ. യെസ്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ ഫോട്ടോ എടുക്കുന്ന സമയത്ത് കണ്ടോ പോസൊക്കെ കണ്ടില്ലേ. ഞാൻ വീഡിയോ എടുക്കുന്നത് തോന്നിയപ്പോൾ ഫോണൊക്കെ അവിടെ വെക്കുകയും ചെയ്ത് അല്ലോ ഇതാരാ ഇതിരിക്കുന്നത് എൻ്റെ മോളെ എണീച്ച് വാ ഫോട്ടോത്തിന് പോസ് ചെയ്യുക. നമ്മളെ റോജേച്ചി അങ്ങ് വാ മോളെ. എൻ്റെ മോനെ കയ്യിൽ തലൂറ്റി വീണാണോ അതോ ഒരാളതാ പോകുന്ന അതാ അതിൻ്റെ കാര്യം പറയാത്ത നല്ലത്. അത് എങ്ങോട്ട് വേണേൽ പറക്കും. അതിൻ്റെ പേരാണ് ധന്യ എന്ന്. നല്ല അടിപൊളി വൈബിള നല്ല അടിപൊളി ഹ്യൂമറൊക്കെ സംസാരിക്കുന്ന ഒരു ഏച്ചിയും കൂടിയാണത്. അങ്ങനെ അത്ര മനോഹരമായിട്ട് ഞങ്ങൾ എന്താക്കി ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന സമയത്ത് വണ്ടിയിലേക്ക് കയറി. ആ കാഴ്ചകളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുന്നുണ്ട് എൻ്റെ മക്കൾ ആടുന്ന് വിത്ത് വേണമെന്ന് പറഞ്ഞിട്ട് അതെടുത്തിട്ട് പാനിൻ്റെ കീശയിലിട്ടിട്ട് ഇതാ ഞാനും എടുത്തിക്കെന്ന് പറഞ്ഞിട്ട് റോജച്ചിയും ധന്യച്ചിണ്ട് ഇതൊക്കെ രണ്ടാളാടുന്ന് അടിച്ചു മാറ്റി കേട്ടോ. അന്നേരം തന്നെ ഞാൻ പറഞ്ഞു ഇനി അപ്പുറത്തേക്ക് പോകുന്നവർ ഇതൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ വണ്ടി സ്റ്റാർട്ടാക്കി. ഇടത്തേക്കെന്നല്ല നമ്മൾ ചെണ്ടുമല്ലി ഇവിടെ പോയൊരു മക്കൾ ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി. ഇതിനെക്കാട്ടി ഞാൻ പറഞ്ഞില്ലേ ഇതിനെക്കാട്ടി സൂപ്പറായിട്ടാണ് നമ്മൾ നേരിട്ട് കാണുന്നത്. അത്ര ആൾക്കാർ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്പോട്ടിൽ വരികയൊക്കെ ചെയ്ത് കിട്ടോ. അപ്പോൾ ചെറിയ ചിലവ് എന്ന് വെച്ചുകൊണ്ട് ഇവിടെ കയറുന്നവരെ നമ്മൾ 20 ഉറുപ്പ്യ തന്നെ കൊടുക്കണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇങ്ങോട്ട് കടത്തി വിടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്തതിന് ശേഷം മാത്രമാണ് നമ്മളെ കടത്തി വിടും. അപ്പോൾ ഇതേമാതിരിയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഏകദേശം ഒരു 1000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ നമുക്ക് എന്താക്കാം ഇങ്ങോട്ടേക്ക് പോകട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.